സായിപ്പിനെ കല്യാണം കഴിക്കണമെന്നുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എന്നെ കളിയാക്കുന്നു, ഇവളുടെ അമ്മേനെ ഒന്നും വിശ്വസിക്കരുത്, കാണുന്നവരെല്ലാരും പിടിച്ച് കണ്ടെന്നു. ഞാൻ പുറത്തു പോയാലേ ജോലിയാവുള്ളൂ, അതുവരെ എനിക്ക് ജോലിയാകുന്നില്ല. അവള് സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ജോലി എന്നും നേടുന്നു. അതിന്റെ പിറ്റേ ദിവസം അവൾ ആരെ വേണേലും കല്യാണം കഴിച്ചു. അതിനിടയ്ക്ക് എന്നോട് ഇടയ്ക്ക് അടിക്കുന്നത്, നിനക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ നിനക്ക് കെട്ടാനുള്ള പൈസ നീ ഉണ്ടാക്കണം, നിനക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് വേണം കെട്ടിക്കോ. ഇതാണ് അത് മുക്കി നീ നാളെ കെട്ടിക്കോ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്റെ ആദ്യ ഇന്റർവ്യൂ ആയത്. ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ഒരുപാട് പേരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് കേട്ടോ ശരണ്യ. ഇതുപോലൊക്കെ വന്ന് നന്നായിട്ട് സെറ്റപ്പ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, നമ്മളൊരു കൃഷിക്കാരായതുകൊണ്ടും അതിനുള്ളൊരു സെറ്റപ്പും ഗെറ്റപ്പും ഇല്ലല്ലോ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാതെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതിപ്പോ ഞങ്ങൾ വലുതായാലും മമ്മിക്ക് വില കാണത്തില്ല, അത് വേറെ സത്യാവസ്ഥ. അതില്ല, വീട്ടിലൊന്നുമില്ല. ജിനു നേഴ്സാണ്. നാളെ ഒരിക്കൽ ഞാൻ എന്തെങ്കിലും ആശുപത്രി എന്തെങ്കിലും ഹോസ്പിറ്റലിന് പോയാൽ ഇവളാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ചേച്ചിയെന്ന് കാണില്ല, ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ എന്ന് പറഞ്ഞ കൃഷി കുടുംബം ആണ് മെയിനായിട്ട്. അത് കാണാൻ ആളുകൾക്ക് ഒരുപാട് കുഞ്ഞൊരു ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എൻ്റെ ഈ ചെടി നട്ടിട്ട് അതിൽ പൂ കാണുമ്പോൾ എൻ്റെ സന്തോഷം. അപ്പൊ ഏക്കർ കണക്കിന് കൃഷി ചെയ്തിട്ട് അതിനകത്തെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം ഭയങ്കര വലുതല്ലേ. അത് തന്നെയാണ് ആളുകൾ സത്യം പറഞ്ഞാൽ നമ്മളുടേത് കണ്ട് അതിനകത്ത് ഭയങ്കര സന്തോഷം കൊള്ളുന്നവരെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു പോയവരും ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ബാക്കി ജോലികളിൽ മുഴുകി പോകുന്നവർക്കും ഇത് കാണുന്നതാണ് അവരുടെ സന്തോഷം. ഇപ്പൊ നമുക്ക് ഞാൻ കൃഷിക്കാരിയാണെങ്കിലും കൂടുതലും വിളവെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇടുന്നത്. കൃഷി രീതികൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഇടാറുള്ളൂ. കാരണം നമ്മൾ ആ കൃഷി ചെയ്യുന്ന സമയത്ത് ഇന്നതാണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടേ ഇടാറുള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ച് ഒരു സാധനം വായിച്ച് പഠിച്ചിട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് വായിക്കുന്നതോ ഉള്ള അങ്ങനെയുള്ള ഒന്നുമില്ല. ഇത് വീഡിയോ എടുക്കുന്നു, എനിക്ക് എന്താണോ അന്നേരം പറയാൻ തോന്നുന്നത് അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോകളെല്ലാം എന്താണോ അപ്പം സംഭവിക്കുന്നത് അതാണ് വീഡിയോ. ഇപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അപ്പൊ സംഭവിച്ചതാണ് ഇടുന്നത്. അല്ലാതെ നേരത്തെ എടുത്തു വെച്ചിട്ട് ഇപ്പൊ അതിനെ വേറെ മോഡിഫൈ ചെയ്തിടുന്ന പരിപാടികളൊന്നുമില്ല. അന്നേരം എന്താണോ ജീവിതം. ഇപ്പൊ ഞാൻ കുറച്ചു പേരൊക്കെ ഇങ്ങനെ ഞാൻ പുറത്തു പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ വേറൊരാൾ പറഞ്ഞതായിട്ടൊക്കെ, വേറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നതായിട്ടൊക്കെ, അവരുടെ ജീവിതം വേറെയാണ്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്, കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തന്നെ കണ്ടന്റാ. CCTV മറ്റേ ബിഗ് ബോസിലെ പോലെ ഇത് വെച്ചിട്ട് എന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എന്നെ കളിയാക്കുന്നു, ഇവളുടെ അമ്മേനെ ഒന്നും വിശ്വസിക്കരുത്, കാണുന്നവരെല്ലാരും പിടിച്ച് കണ്ടെന്നു. എവിടെയാ വെച്ച് വർക്ക് ചെയ്ത് അത് ചോദിച്ചില്ല. ഞാൻ മഹാരാഷ്ട്രയില് വായി എന്ന് പറയുന്ന സ്ഥലത്ത് ബെല്ലേർ ഹോസ്പിറ്റല്. ഇപ്പൊ എത്ര വർഷമായി നേഴ്സായിട്ട്? ഞാൻ 2 കൊല്ലം. എവിടെ? ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ പഠിച്ചു. BSc. ഓക്കെ. പെട്ടെന്ന് തന്നെ വെളിയിൽ പോകട്ടെ. കൃഷിയാണോ താല്പര്യം കൊച്ചിനും? കൃഷിയാണോ താല്പര്യം എന്ന് ചോദിച്ചാൽ താല്പര്യമാണ്, പക്ഷേ അവൾക്ക് പുറത്തു പോയൊരു പുറത്തു പോകുന്ന അല്ല സായിപ്പിനെ കല്യാണം കഴിക്കണോ, കൃഷി താല്പര്യമാണോ സായിപ്പിനെ കല്യാണം കഴിക്കണമെന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും മമ്മിയുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ച് കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാൻ മാത്രം ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അവിടെ ഇരുന്ന് സായിപ്പിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ലൈവ് ഇട്ട് വരാം. അല്ല ഞാൻ പറയാം, കുഴപ്പമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല ചേച്ചി, അതൊരു കാര്യത്തിൽ നല്ലതാണ്. ഞാൻ അവളോട് ഒരു റിക്വസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവളെ ഇതുവരെ പഠിക്കാനും ഒക്കെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ ഈ ഒരു സമയം വരെ ഒരുപാട്. അപ്പോൾ എനിക്ക് അവളോടുള്ള ഒരു റിക്വസ്റ്റ് എൻ്റെത്, ഭാവിയിൽ അവൾക്ക് ഇപ്പം ജോലിയൊക്കെ കിട്ടുമല്ലോ, നല്ല മിടുക്കിയൊക്കെ ആകുമല്ലോ, അപ്പം ഒരുപാട് പിള്ളേരെ പഠിപ്പിക്കണം. അങ്ങനെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് പിള്ളേരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ എന്നും അവളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അത് പപ്പായാണല്ലോ, അതെ ഇടയ്ക്ക് ഇങ്ങനെ പറയും എടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിന്നെ നമുക്ക് ഇങ്ങനെ ആരും ഇല്ലാത്ത അനാഥാലയത്തിലുള്ള, കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ അനാഥാലയത്തിൽ നിന്നിട്ടുള്ള. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നമ്മളെ നോക്കാനും പറക്കാനും ഒന്നും ആരുമില്ലല്ലോ, അതുകൊണ്ട് നമുക്കതൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നൊരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിചാരിക്കാം അങ്ങനെ. അപ്പോൾ പറഞ്ഞു, എടി അവർക്കൊക്കെ എവിടുന്നേലും എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടൂടി, പക്ഷെ നമ്മളെ പോലെ നമ്മൾ പണ്ട് കടന്ന ആ ഒരു അവസരത്തിൽ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ കയറിപ്പോന്നെ. അങ്ങനെ ഒരു കുടുംബം വേണം എന്ന് വെച്ചാൽ അവർക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്,
അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചിനെ എടുത്ത് കൊടുക്കും. അതായത് ഇന്നത്തെ കാലത്ത് ചേച്ചി ഞാൻ ഒരുപാട് വീഡിയോ എടുക്കുന്ന ആളാണ്. എന്നോട് ആൾക്കാർ ഇങ്ങനെ നിർബന്ധം പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് എടുക്കാമോ. അത് ചിലവർ ഈ ചാരിറ്റി കിട്ടാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരോട് പറയും നോ പറയും. അത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് നിങ്ങളെ ആ സമയത്തേന്ന് നമുക്ക് വേണമെന്ന് കരകയറ്റാം. നമ്മളൊരു ചാരിറ്റി ഇട്ട് കഴിഞ്ഞാൽ ആ സമയം. പക്ഷെ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിൽക്കണം, നിങ്ങൾ തന്നെ കഷ്ടപ്പെടണം. സത്യം. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം. അത് ദേഹം അനങ്ങാതെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കൊച്ചു പറഞ്ഞ പോലെ തന്നെ ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ ലെവലിലല്ല ഇന്ന് നിൽക്കണ്ട. എനിക്കെന്ന് പറഞ്ഞൊരു അംബീഷൻ ഉണ്ട്. ആ അംബീഷനിലേക്ക് ഞാൻ പോയേനെ. അതില്ല. ഇപ്പൊ കൊച്ചു പറഞ്ഞല്ലോ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതില്ലേ, അത് നമുക്ക് ഭാവിയിലേക്ക് ചെല്ലുമ്പോൾ കാണും. ചേട്ടായി പറഞ്ഞ പോലെ അവർക്ക് അവിടെ ജീവിക്കണം, അവർക്കത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു എന്താ പറയാ ചാക്കുവള്ളി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നമ്മളുടെ വിജയത്തിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാലേ, നമ്മള് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നമ്മളെ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വിത്ത് വിൽക്കുന്നതിൽ നിന്നോ ഒക്കെ നമുക്ക് പൈസ വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ആർഭാടമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു കാറൊക്കെ വാങ്ങിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീടൊന്നും വന്നപ്പോ കണ്ടായിരുന്നല്ലോ, തോട്ടമൊക്കെ സെറ്റായിരുന്നു. പക്ഷെ വീട് എങ്ങനെയായിരുന്നേ, നമ്മൾ എങ്ങനെയാണോ മേടിച്ച് അതിനകത്തൊന്നും ഇരിക്കാൻ പോലും ഉള്ള ഒരു സംവിധാനം ഇല്ലാതെയായിരുന്നു നമ്മൾ. പക്ഷെ ഞങ്ങള് കൂടുതലും ശ്രദ്ധിച്ചത് പിന്നെ വരുമാന മാർഗത്തെ വിപുലപ്പെടുത്താനായിരുന്നു. അല്ലാതെ ഇതിപ്പോ നമ്മള് വീടിനെ നമ്മളിപ്പോ എല്ലാം സെറ്റാക്കി ഒരു 3-4 ലക്ഷം മുടക്കി എല്ലാം സെറ്റാക്കി ഇട്ടത് കൊണ്ട് നമുക്ക് ആ വീട്ടിൽ നിന്ന് ഒരു വരുമാനം എടുക്കാനില്ല. തീർച്ചയായും നമ്മൾ തീർച്ചയായിട്ടും നോക്കിയത് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്നേരം ഓർക്കും, നിങ്ങൾക്ക് ഒരു നല്ല ഡ്രസ്സ് മേടിച്ചിടാൻ ഇല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറയും, ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, കുറച്ച് മുമ്പത്തെ കാര്യം. അപ്പൊ അന്നും നമ്മൾ ഡ്രസ്സിനെ കുറിച്ചല്ല ചിന്തിച്ചിരുന്നത്, അല്ലെ ഭക്ഷണത്തെ കുറിച്ചല്ല ചിന്തിച്ചിരുന്നത്, നമ്മളെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത് മെച്ചപ്പെടുത്തിയാൽ ബാക്കി നമുക്ക് അതുകൊണ്ടാണ് ഇന്ന് ഈ സ്ഥിതിയിലെത്താൻ പറ്റും. ചിലപ്പോൾ ഒരു 300-400 രൂപയ്ക്ക് നല്ല ഡ്രസ്സ് എടുത്തിട്ടായിരിക്കും ആ സമയത്ത് നല്ല ഡ്രസ്സ്. അതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നില്ലല്ലോ. നമ്മൾ 400 രൂപയ്ക്ക് വേണേൽ നമ്മൾ വളം മേടിച്ചിടും. നമ്മളിപ്പോൾ അറിയാം നമ്മൾ എന്താ പറയുന്നത്. കാരണം നമ്മളെപ്പോഴും പറയില്ല, വിജയിച്ചവൻ്റേത് നമ്മളെപ്പോഴും കേൾക്കും, പരാജയപ്പെട്ടവനെ നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പോവാറില്ല എങ്ങനെ പരാജയപ്പെട്ടെന്നല്ല. അവൻ പക്ഷെ അവനും മത്സരിച്ചിരുന്നു, അത് കേൾക്കാൻ പോകും. പരാജയത്തിന് ഒരു കാരണം കാണും, അതെന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ എളുപ്പമാണ്. നമുക്ക് തന്നെയായിരുന്നു, നമുക്കൊരു സമയം മുഴുവൻ നമുക്ക് വീഡിയോ അത്ര കയറുന്നില്ല അന്നേരം. എനിക്ക് തോന്നുന്നു വണ്ടിപ്പെരിയാറ് ആ സമയത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്കൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. മറ്റേ മോളിൽ താമസിച്ച വണ്ടിപ്പെരിയാറിന്റെ മുകളില് വേറൊരു സ്ഥലം എന്നുവെച്ചാൽ അവിടെ നമുക്ക് അധികം കൃഷിയില്ല. ഒരുപാട് സ്ഥലം നമ്മൾ നല്ല കാര്യമായിട്ട് അങ്ങ് ഏലം നട്ടു. കുരങ്ങൊന്ന് കാര്യമായിട്ട് അങ്ങ് ഓടിച്ചോണ്ട് പോയി. എന്നുവെച്ചാൽ ഒത്തിരി പ്രശ്നങ്ങൾ. അന്നേരമൊക്കെ നമുക്ക് 5-6 ലക്ഷം രൂപ അവിടെ വഴിക്കങ്ങ് പോയി. അങ്ങനെ ഒരുപാട് എന്നുവെച്ചാൽ ഇതെല്ലാം കടത്തിൽ എന്നുവെച്ചാൽ നമ്മൾ രക്ഷപ്പെടുന്ന കരുതി നമ്മൾ ഓടുന്നതിനിടയ്ക്ക് നമ്മൾ ആൾക്കാരെ വാങ്ങി പൈസയാണ് നോക്കാം. അപ്പം അതൊക്കെ നമുക്ക് എന്നിട്ട് നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരമൊക്കെ ഭയങ്കര പാടായിരുന്നു. അല്ല ചേച്ചി, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ പിള്ളേർക്ക് 10, 24, 23, 24 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃഷിയും കാര്യങ്ങളൊന്നും താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടാൻ പറ്റില്ല. ഇത് കഷ്ടപ്പാടാണ് കുറച്ച്. നമ്മളുടെ ബോഡി ഭയങ്കരമായിട്ടും എന്താണെന്ന് വെച്ചാൽ, ഞാൻ സിമ്പിൾ ആയിട്ട് അറിയാം, 4 സ്റ്റെപ്പ് കയറി ഇവിടെ വന്നിട്ട് ഞാൻ പട്ടിയാണ് വെച്ചാൽ നമുക്ക് അതിനുള്ളൊരു ആംബിയർ ഇല്ല. ഇപ്പൊ നമുക്ക് അതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ല, അതിൽ എളുപ്പം. ഞങ്ങൾക്ക് ഭക്ഷണം കടയിൽ പോയി മേടിച്ച് കുക്ക് ചെയ്യുന്നതിനാണോ, ഞങ്ങൾക്ക് സൊമാറ്റോയ്ക്ക് ഒരു 10 രൂപ കൂടെ കൂട്ടി കൊടുക്കുന്നതാണോ ചിന്തയെന്ന് നമ്മൾ ചിന്തിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അത് കഷ്ടപ്പെടാനുള്ള ഇതുണ്ട്, അത് ഭയങ്കര ഇതാണ്. ഞാൻ അന്നും പറഞ്ഞു, നമ്മളുടെ ഈ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതാ. ഈ കാലഘട്ടം എന്ന് പറയത്തില്ല, ഇതിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അതിന് മുമ്പത്തെ കാലഘട്ടത്തിലെ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിച്ചവരാ, ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചവരാ. അപ്പൊ അവരുടെ മക്കള് നമുക്കറിയാം, ഈ ഒരു കുറച്ച് കാലം കൊണ്ടല്ലേ ഇത്രയും ഡെവലപ്മെന്റ്സ് ഉണ്ടായത്. അതിന് മുമ്പ് കഷ്ടപ്പാട് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ആ അച്ഛന്മാരും അമ്മമാരും, അന്നത്തെ അച്ഛന്മാരും അമ്മമാരും അതുപോലെ കഷ്ടപ്പെടുത്തിയാണ് മക്കളെ വളർത്തി. കഷ്ടപ്പെടുത്തിയല്ല, കഷ്ടപ്പെടുത്തുക എന്നല്ല അതിന് പറയുന്നത്, അടിസ്ഥാനം കൊടുത്താണ് അവർ വളർത്തിയത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ 2 മണിക്ക് അച്ഛനും അമ്മയ്ക്കും വെട്ടാൻ പോകണം. 2 മണിക്ക് ഞങ്ങളെ ഏൽപ്പിച്ചോണ്ട് പോകും. തലേന്ന് പുഴുങ്ങി ഉണ്ട ഉണ്ടാകും. ഉണ്ടെന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ റബ്ബർ അത്ര ഉണങ്ങി അത്ര ആകുന്ന തരത്തില്ല, ഗോതമ്പുണ്ട. അപ്പൊ അവർക്ക് വേറെ ചോയ്സ് ഇല്ല, മക്കളെ അവിടെ ഇട്ടിട്ട് പോകാൻ ചോയ്സ് ഇല്ല. നമ്മൾ പോകണം, നമ്മൾ പാലെടുക്കണം, നമുക്ക് അതേ വഴിയുള്ളൂ,
ചോയ്സ് ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അപ്പൊ അത് എന്താ എനിക്ക് തോന്നുന്നു അന്നത്തെ മാതാപിതാക്കള് മക്കൾക്ക് അടിസ്ഥാനം കൊടുത്തതാ. ഇവരിങ്ങനെയൊക്കെ ആയാലേ ഇവർക്ക് നാളെ അങ്ങനെ ആകാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു വളർത്തിയത്. പക്ഷെ നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ചു. നമ്മുടെ തലമുറ, എന്റെയൊക്കെ തലമുറ അതിനെ തെറ്റിദ്ധരിച്ചു. അവര് നമ്മളെ ഇത്രയും കഷ്ടപ്പെടുത്തിയത് അവര് നമ്മളെ ഇത്രയും കഷ്ടപ്പെടുത്തിയത് കൊണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പനും അമ്മയും വിചാരിച്ചത് നമ്മൾക്ക് അടിസ്ഥാനം ഇട്ട് നമ്മളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് അവർ ശ്രമിച്ചത്. പക്ഷെ നമ്മളെ കഷ്ടപ്പെടുത്തി എന്നാണ് ചിന്തിച്ചത്. അപ്പൊ നമ്മൾക്ക് മക്കളുണ്ടായപ്പോഴത്തേനും എന്റെ അപ്പനും അമ്മയും എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തി, അതുകൊണ്ട് ഇനി എന്റെ മക്കൾ ഒരു കഷ്ടപ്പാടും അറിയണ്ട, അങ്ങനെ വളർന്നാൽ മതി എന്നുള്ള രീതിക്ക് വളർത്തിയത് കൊണ്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ തലമുറ ശരിക്കും അതിൻ്റെതായ സ്ട്രഗിൾ മൊത്തം അനുഭവിക്കുന്നുണ്ട്. ചേച്ചി ഇപ്പൊ അപ്പുറത്തെ മുറി കണ്ടില്ലേ? ഞാൻ ഇത് ഡിസംബർ 5 ഇവിടെ പണി തുടങ്ങുന്നത്. 5 തൊട്ട് 31 തീയതി വരെ ഞാൻ ഇവിടെ പണിയെടുത്തേ. എന്റെ 3-4 കിലോ കുറഞ്ഞു. കയറി ഇറങ്ങി മാത്രമല്ല, അത് മൊത്തം അടിച്ച് തൂത്ത് ഞാൻ തന്നെയാ. ഞാൻ ആലോചിക്കും, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പണിയെടുക്കുന്നത്. മറ്റേത് കാറിൽ നിന്ന് ഇറങ്ങി ഞാനാ ഈ ഒരു സ്ഥാപനം തുടങ്ങിയ പിന്നെ തലച്ചോടൊക്കെ സാധനം പോകുന്നത് വേണം. നമ്മൾക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടല്ലേ ഇപ്പോ പറയത്തില്ല, അവനവന്റെ വേർപ്പിൽ വേണം അപ്പം ഭക്ഷിക്കണം എന്ന് പറയത്തില്ലേ? അത് പറയുന്നത് വചനമല്ല. അതിന്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കയറി നോക്കിക്കേ. ഇപ്പൊ ഞാനും ചേട്ടായിയും എത്ര കഷ്ടപ്പെട്ട് ഉണ്ണാതെ ഉടുക്കാതെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുത്താലും അവര് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ, ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ എത്ര കാലം അവരതുകൊണ്ട് ജീവിക്കും? അതിനാണ് പറയുന്നത് പെർമനന്റ് സാധനങ്ങൾ എന്ന് പറയണ്ടല്ലോ. നമ്മുടെ പണി 24/7 പെർമനന്റ് സാധനങ്ങളല്ല. ഇപ്പൊ നമ്മളായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് ആണല്ലോ. അതെ, നമ്മളായിട്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് 24/7 വർക്കാണ് നമുക്ക്. ഇപ്പൊ നമുക്കാണല്ലോ അവിടെ അങ്ങനെ തന്നെയാ. അതേസമയം ഒരു ഏലക്കാട്ടി പോയിരുന്നത് ചിലപ്പോൾ അത്രയും മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് വീട്ടിൽ വന്ന് ഇരിക്കായിരുന്നു. പക്ഷെ അത് അങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ. ഗ്രാഫ് ഉണ്ടാവത്തില്ല. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പെമ്പിള്ളേരെ പിന്നെ നമ്മൾ നാട്ടിൻ പുറത്ത് പറയുന്ന പോലെ അവളുമാര് പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ അപ്പന്മാരുടെ പണി കാണുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഭൂമി കുറുകിയ ഒരു പുല്ലെങ്കിലും പറയും. ആൺപിള്ളേർ അങ്ങനെ ഭയങ്കര കുറവാണ്. ഇല്ലാന്നല്ല, കുറവാണ്. അതൊക്കെ എന്റെ ഉദാഹരണമൊക്കെ എന്റെ വീട്ടിലുണ്ട്. കേക്കണ്ട. പക്ഷെ അക്കാര്യത്തില് ജെഫിൻ നിങ്ങൾ ചേച്ചിയുടെ 3 മക്കളും കട്ടക്ക് നിൽക്കുന്നുണ്ട്. അതൊരു ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പൊ അവര് പറഞ്ഞില്ല, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മൾ എങ്ങനെയാ കൃഷി ചെയ്യാം, നമുക്ക് എങ്ങനെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, നമുക്ക് ഡ്രസ്സല്ല വരുന്നത്. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു, ഈ ഡ്രസ്സ് പോലും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതെന്ന് ചേച്ചി പറയുമ്പോൾ അത് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത്. അല്ലാണ്ട് നമ്മളാരുടെ അല്ലാതെ നമ്മളാരുടെ അയ്യോ ഞങ്ങളെന്തോ ഇതല്ല. നമുക്ക് പുത്തനല്ലെന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരാൾ തന്നത് പുതിയതല്ല. അവർ ചിലപ്പോ 1-2 പ്രാവശ്യം കൊടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ട് നല്ല പശയൊക്കെ മുക്കിയാ എനിക്ക് തരുന്നെങ്കിലും എനിക്കത് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തില്ല. അതെന്താന്നറിയോ ചേച്ചി? അപ്പൊ ഒരിക്കലും കൊച്ചു പറഞ്ഞില്ല, ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ വില അറിയാം. എനിക്ക് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ അമ്മയോട് പറഞ്ഞു, അത് ഭയങ്കര ബുദ്ധിമതിയായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്ക് എഴുതിയ കാര്യം. ഞങ്ങൾ പണ്ടാണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരെന്ന് ചോദിച്ചൊരു സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചു അതൊന്നും പറ്റത്തില്ല, ആ ഒരു സെറ്റപ്പ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരെ പേടിപ്പിച്ച് നിർത്തും, ഇല്ലെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്കും. 2 ചോയ്സേ ഉള്ളൂ അവർക്ക്. മമ്മിയുടെ ചോയ്സ് എന്നാ അറിയാം. പറ്റിയാലൊന്നും ഇപ്പൊ ആരും പറയുന്നില്ല, എല്ലാവരും മേടിച്ചു കൊടുക്കുക ചെയ്യാറുള്ളത്. അല്ല, ഞാൻ പറഞ്ഞ ഇല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്തുന്നവരാണല്ലോ ഞാൻ കണ്ടിട്ടുണ്ട്. ചില അയ്യോ ഒന്നും നിനക്ക് വേണ്ട, ഒന്നും വീട്ടിൽ ഇഷ്ടം പോലെ കിടക്കും. ഇതൊന്നുമല്ല മകളെ, എനിക്കത് മേടിക്കണമുണ്ട്, പക്ഷെ അമ്മച്ചിയുടെ കൈ പൈസ ഇല്ല. ഉള്ള കാര്യം ചിലപ്പോ പൈസ കാണും. ഞാൻ ചെറുതില് ഇവരുടെ ചെറിയ പ്രായത്തിലേ എനിക്കൊരു ബോധ്യമുണ്ട്. എന്താണെന്നറിയാം, എൻ്റെ അച്ചാച്ചനും അമ്മയും എന്നെ ഭയങ്കര ലാവിഷായിട്ട് വളർത്തിയ കൂലിപ്പണിക്കാരായിരുന്നു. ചോദിക്കുന്നത് എന്തും മേടിച്ചു തരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ചിന്ത വളർന്നത്, അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു കടം മേടിച്ചാണെങ്കിലും എനിക്ക് മേടിച്ചു തരൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് വളർന്നത് കൊണ്ട് തന്നെ നമ്മൾ നിർബന്ധം പിടിക്കുമായിരുന്നു. അത് വേണം എന്ന് തന്നെ പറയുമായിരുന്നു. അങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ പറഞ്ഞ് അത് മേടിച്ച് തരുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളിലേക്ക് വന്നപ്പോഴത്തേനും അപ്പം എനിക്കൊരു ബോധ്യം ഉണ്ടായി. അന്ന് അച്ചാച്ചനും അമ്മയും എനിക്ക് തടസ്സം പറയാതെ മേടിച്ച് തന്നതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ, അതായത് പിന്നെ അവരെ നിർബന്ധിച്ച് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരെയും കൊണ്ട് ഞാൻ ചെറുതിലെ പോകുമ്പോൾ ഇവര് കടയിൽ നിന്ന് മുട്ടായി ഒക്കെ മേടിച്ചു തരാനൊക്കെ, അമ്മ അത് മേടിച്ചു തരാമോ ചോദിക്കും. അപ്പൊ എൻ്റെ കയ്യിൽ പൈസയും കാണും. പക്ഷെ ഞാൻ അന്നേരം ഇവരോട് പറയും, മോനെ അമ്മയുടെ കയ്യിൽ മേടിച്ച് തരായിരുന്നു, അമ്മയ്ക്ക് മേടിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് അവിടെ വരെ പോണേ വണ്ടിക്കൂലിക്കുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഇത് മേടിച്ചാൽ നമുക്ക് വണ്ടിക്കൂലി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുക്കത്തില്ല. ഇന്നും പുറത്തു പോയാൽ ഒരു സാധനവും സാഹചര്യങ്ങള് അന്ന് വെച്ചാൽ ആ ഒരു സമയം തൊട്ട് കുഞ്ഞിലെ തൊട്ടേ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പോരുന്നതുകൊണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്നെ മൂരാച്ചി തള്ളയാണ്, കൊച്ചിനൊരു മുട്ടായി കൊടുക്കത്തില്ലേ, മേടിച്ചു കൊടുക്കത്തില്ലേ എന്ന് വിചാരിക്കത്തില്ലേ? പക്ഷെ ഞാൻ അന്ന് വൈകിട്ട് ചേട്ടായി വരുമ്പോ ചേട്ടായിയോട് പറയും,
പിള്ളേർ അപ്പൊ ഒരു കെട്ട് സാധനം കൊണ്ട് വരും. ഇന്ന് കട്ടപ്പനയ്ക്ക് പോയപ്പോൾ ഇന്ന് സാധനം ചോദിച്ചായിരുന്നു എന്ന് പറയും. അപ്പൊ പിറ്റേ ദിവസം ചേട്ടായി പണി കഴിഞ്ഞ് വരുമ്പോൾ ആ സാധനം മേടിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പപ്പ മാലാഖൻ. അമ്മ കുറച്ച് അപ്പൊ അങ്ങനെ വിചാരിക്കത്തില്ലേ നമ്മൾ? സത്യം പറഞ്ഞാണല്ലോ നമ്മുടെ കുടുംബത്തിൽ മിക്കവാറും അമ്മമാരെപ്പോഴും ശത്രുപക്ഷത്ത് നിൽക്കുമ്പോ അപ്പനായിരിക്കും എപ്പോഴും മല. പക്ഷെ അതിന് പുറകിൽ അമ്മമാരുണ്ടോ നമ്മള് അറിയത്തില്ല. സത്യം അതെ, ഈ സത്യം ഇത് ഇന്ന് ഇവിടെ വെച്ച് തുറക്കപ്പെട്ടിരിക്കുക. അല്ല ഒരു സത്യാവസ്ഥയാണ്. ഇപ്പൊ വേറെ വീടുകളാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട് അയ്യോ നീ ഇങ്ങനെ പറയുന്നത് ആ ഒരു സെറ്റപ്പ് പറയും. നിനക്കിപ്പോ ഇതില്ലാണ്ട് തന്നെ കുഴപ്പം, അത് ഇതാണ് ചേന മാതിരി. ചിലപ്പം ചേട്ടായി അതൊന്നും മേടിച്ചു കൊടുത്തു. ഞാനും ചേട്ടായും കൂടെ ചർച്ച ചെയ്യാതെ ഒരു കാര്യവും ഞങ്ങൾ ചെയ്യത്തില്ല. അതെന്ത് കുടുംബത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടോ കമ്മ്യൂണിക്കേഷൻ. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞങ്ങളത് തമ്മിൽ സംസാരിച്ച് അതിനൊരു അത് 5 പേരും ഒത്തില്ല, ഇല്ലെങ്കിൽ അത് 4 പേരും ഒത്തില്ല എന്നുണ്ടെങ്കിൽ ആ സാധനത്തിനായിട്ടും വിജയിച്ചിട്ടില്ല. ഇനിയേ ഞാൻ ജിനുവിനോട് അന്ന് അത് കഴിഞ്ഞതിന് ശേഷം കണ്ടപ്പോ ഒരു കാര്യമാണ്, നാണമുണ്ടോ ആങ്ങളെ പെങ്ങളും പിരിവിട്ട് അപ്പനെ ടൂർ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അന്നോ പിരിവിട്ടല്ലേ ടൂർ കൊണ്ടുപോയത്? ഞാനിങ്ങനെ ആലോചിക്ക പിരിവിട്ട കഥ. ചേച്ചി കൊടൈക്കനാൽ ട്രിപ്പ് പോയില്ലേ? ഇവര് ചേച്ചി എന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ജിനു മൂത്തവനും കൂടെ, അതായത് പപ്പാതി എടുത്തു, എന്നിട്ട് ട്രാവലിംഗ് ഒരാളെടുത്തു. ഞാനിങ്ങനെ പപ്പാതി വിരിച്ചോണ്ട് പോയേക്കുന്നു ടൂറിന്. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അതൊരു വലിയ കൺസെപ്റ്റാണ്. അതായത് ഈക്വൽ ആയിട്ട് കെയർ ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിലിപ്പോ എന്റെ വയസ്സ് നിന്റെ വയസ്സൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ പറയുമ്പോ നമ്മൾ പപ്പാതി ഇട്ടു എന്ന് പറഞ്ഞാലും കയ്യിലുള്ളവനിടും, അത്രേ ഉള്ളൂ. ഇപ്പൊ ചില സമയത്ത് എന്റേത് 0 ബാലൻസ് ആയിരിക്കും നടക്കുന്നത്, ഒന്നും കാണത്തില്ല. അന്നേരം ജെഫിൻ പറഞ്ഞു എടാ ഞാൻ പാപ്പരാസിയാ, വെറുതെ ഒരു ഡയലോഗ് അടിച്ചാൽ മതി. അവൻ ചിലപ്പോൾ പണി എടുത്തിട്ടാണല്ലോ അതെ അവൻ 500 രൂപ അയച്ചു തരും. അത് തമ്മിലൊരു എന്നുവെച്ചാൽ ഇപ്പൊ ജെറിനാണുള്ളത്. ചിലപ്പോൾ ജെറിന് ഒരു ബോധം ഇളകി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാച്ചയുടെ കൂടെ പോയി പണിയെടുക്കും, ചാച്ച പൈസ കൊടുക്കും. എന്തെങ്കിലും ചെറിയ വർക്ക് വരുമ്പോഴത്തേക്കും ജെഫിൻ ഭയങ്കര സ്ട്രിക്റ്റ് പോലെയാ. ജെഫിനാണ് ഇവളും ജെറിനും കുറച്ച് ഇതാണെങ്കിലും ജെഫിൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നമുക്ക് തോന്നും, നമ്മുടെ തോന്നലില്. പക്ഷെ ഇവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ, അല്ലെങ്കിൽ ജെറിന് ഇപ്പൊ അവന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പണി, അവന് 12 പണിക്ക് അങ്ങനെയുള്ള പുറത്തൊക്കെ എന്തെങ്കിലും പണികൾ, വണ്ടി ഓടിക്കാനൊക്കെ പോകും കേട്ടോ, രാത്രികളിലൊക്കെ. പകല് നമ്മുടെ ഇവിടെ പണിതിട്ട് ഈ പണി മെനക്കെടുത്താതെ തന്നെ പുറത്തും പണിക്ക് പോകും. കാരണം വീട്ടിൽ പണി ചെയ്താലും ശമ്പളമില്ലല്ലോ. അവന്റെ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് കാര്യങ്ങളൊക്കെ നടത്തണം പുറത്ത് പണിക്ക് പോയിട്ട്. അപ്പോ അവന്റെ കാര്യങ്ങളല്ല അതിൽ നടത്തുന്നത്. അപ്പൊ അവൻ പുറത്തു പോയി അവന്റെ കയ്യിൽ ഒരു 1000 രൂപ ശമ്പളം കിട്ടിയാൽ അതിൽ നിന്ന് ഇവനൊരു കുഞ്ഞു വണ്ടി, ഇവനൊരു വണ്ടി കളക്ഷൻ ഉണ്ട് ഇളയ ആൾക്ക് ജെറിന്. അപ്പൊ ആ പണി ചെയ്യുന്ന പൈസയിൽ നിന്ന് ഒരു കുഞ്ഞു പൈസ ഇട്ട് ഇവനൊരു വണ്ടി മേടിച്ചോണ്ട് ഇവന് കൊണ്ട് കൊടുക്കും. നമുക്ക് അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം. അവനിപ്പോ പ്രായം 17 വയസ്സായി ഇളയവന്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളല്ല. എനിക്ക് പിന്നെ പാവ അങ്ങനത്തെ സാധനം പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെയും കുറച്ചുകൂടെ എന്തെങ്കിലും ബുക്ക്, ഡയറി, ഇങ്ങനത്തെ സാധനം. പക്ഷെ അന്നേരവും നമുക്ക് ഇതൊന്നും മേടിക്കാനുള്ള ഇതില്ല എന്നുള്ളൊരു സെറ്റപ്പ്. അപ്പൊ ജെറിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വണ്ടിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ മഹാരാഷ്ട്ര വിമാനം എന്നെ കാണാൻ വന്നായിരുന്നു പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി. അന്നേരം ഞാൻ 6 കാറിന്റെ സെറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവന് ഉണ്ണിക്കുട്ടൻ ചോദിച്ചു വരണം, ചേച്ചി അവന് കൊടുക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല, ഞാൻ അതുകൊണ്ട് മറന്നുപോയത്. അവനക്ക് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ അവൻ അത്രയ്ക്കും അവന്റെ കരളോ ചെങ്കോ ചോദിച്ചാൽ വേണമെങ്കിൽ അവൻ എടുത്തു തരും, കുഴപ്പമില്ല. അന്ന് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ വണ്ടി തൊടാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം മാത്രം വന്നിട്ട് ഒരു വീലങ്ങാണ്ട് പറമ്പിൽ കണ്ടു. അതേത് കാറാന്ന് പോലും മനസ്സിലായി, ചങ്കും തിരുമ്പി നടക്കുകയോ എന്നുവെച്ചാൽ അവൻ അതാണ്. അതെ. അപ്പം നമ്മൾ എന്ത് നന്നായിട്ട് കെയർ ചെയ്യും, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അങ്ങോട്ട് പരസ്പരം കൈകാര്യം ചെയ്യും. അതൊരു ഭയങ്കര അല്ല, അത് മക്കൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉള്ള പേരൻസിന് ഭയങ്കര ആശ്വാസമല്ലേ? അതെ അതെ അതെ. അതൊക്കെ മക്കള് തമ്മിൽ ബോണ്ടിങ്ങോ ഇവരെല്ലാരും കൂടെ ഒരെണ്ണത്തിനെ പോലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ഭാഗത്ത് ന്യായമെങ്കിലും അവരൊന്നിച്ചേ നിൽക്കത്തുള്ളൂ. വരുമ്പോ അതൊക്കെ ഒരു വലിയ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു കാര്യമില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മുടെ കുടുംബത്ത് സമാധാനം, സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അനുഭവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ 5 പേരും കൂടെ ചേരുമ്പോ ആഘോഷം. ഇത്രയും കഷ്ടപ്പാടിനിടയ്ക്കും ഞങ്ങൾ പുറകോട്ട് പോകാതെ മുന്നോട്ട് വന്നതിന്റെ ഒരു കാരണം ഈ 5 പേരും കൂടെ ഒന്നിച്ച് നിന്നത് കൊണ്ടാണ്. ഇതിനകത്ത് ഒരാൾ പോലും തിരിഞ്ഞു നിന്ന് എന്നോട് ചോദിക്കുകയാണ്, അല്ലെ പപ്പായോട് ചോദിക്കുകയാണ് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ തീർന്നേനെ നമ്മളുടെ ഈ കോൺഫിഡൻസും ഈ വളർച്ചയും എല്ലാം അവിടെ തീർന്നു പോയി. നമ്മള് ആ പാട്ടം കൊടുത്തിട്ട് ഉണ്ടായിരുന്ന വീട്
നമ്മൾ പണയം വെച്ചിട്ട് വന്ന സമയത്ത് മമ്മി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. കാരണം മമ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം മമ്മിയുടെ ഇവർക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ളതാ. ഏതാ ഇവരെ നമ്മൾ കൊണ്ടുവന്ന് സത്യം പറഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ മമ്മിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നു, അയ്യോ ഞാൻ പിള്ളേരെയും എന്ന് വെച്ചാൽ അവിടെ വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരുന്ന പിള്ളേരെ എന്ന് വെച്ചാൽ ആ സമയത്ത് എന്ന് പറഞ്ഞ ചേച്ചി ആ പറമ്പ് മുഴുവൻ വെട്ടി തെളിച്ചിട്ട് വൈകുന്നേരം കയറി വരുമ്പോൾ കൊച്ചിറക്കൻ്റെ കൈ വരെ അരിപ്പ പോലെ ചെയ്യും. ഈ ആനത്തൊട്ടാവാടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സാധനം അപ്പൊ അതിങ്ങനെ കുനുകുനുകുനാന്ന് മുള്ള, മറ്റുള്ള മുള്ളുകളൊക്കെ കുത്തിയാൽ ഒരു മുള്ളേ കുത്തുള്ളൂ. ഇതെല്ലാം പറമ്പെല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അടുങ്ങിയിരിക്കും, കയ്യെ കൂടെ മുള്ള ഇങ്ങനെ പിറക്കി അപ്പൊ അതൊക്കെ കാണുമ്പം ഇത് പറിച്ചു കഴിയുമ്പോ ഇങ്ങനെ കുത്തായിട്ടിരിക്കും കൈ മുഴുവൻ. ഈ പിള്ളേരുടെ എല്ലാം അന്ന് പിള്ളേരല്ലേ, ജെറൻ 4ൽ പഠിക്കുന്നതേ ഉള്ളൂ, 4ൽ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പം ജെഫിന് 9ലും കണ്ട് 8ലോ 9ലോ കണ്ട് ഇവളും +1 +2. അപ്പൊ ആ ഒരു സമയത്ത് ഇവരിങ്ങനെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര മാനസിക. അന്നേരം മമ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോരണ്ടായിരുന്നു, എന്നാലും ഇറങ്ങിയില്ലേ ബാക്കി, അത്രേ ഉള്ളൂ. നമ്മള് വൺസ് അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ചേച്ചി എല്ലാ ദിവസവും മറ്റേ എന്താ പറയാ നിങ്ങളുടെ ചെടിക്കിടയിലും കൃഷിക്കിടയിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് ഇരിക്കുന്നതും ഒരു സമയം കിട്ടുന്നത് അല്ലേ ചേച്ചി, ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നത്. എന്റെ ആദ്യ ഇന്റർവ്യൂ ആയത്. ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ഒരുപാട് പേരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് കേട്ടോ ശരണ്യ. ഇതുപോലൊക്കെ വന്ന് നന്നായിട്ട് സെറ്റപ്പ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, നമ്മളൊരു കൃഷിക്കാരായതുകൊണ്ടും അതിനുള്ളൊരു സെറ്റപ്പും ഗെറ്റപ്പും ഇല്ലല്ലോ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാതെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ നൈറ്റിയും നമ്മുടെ കൂറ തോർത്തും ഒക്കെ പുതിയ ചുമന്ന ഷർട്ട് മേടിക്കണം, മറ്റേ ഷർട്ട്. അപ്പൊ ഇതിനൊരു ഭയങ്കര വിലയുണ്ട്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരു മുട്ട കിട്ടിയപ്പോ പറഞ്ഞ പോലെ ഇതിന് ഭയങ്കര വിലയുള്ള മുട്ടയാന്ന് പറഞ്ഞ പോലെ ഈ ഇരിപ്പിന് ഒരു ഭയങ്കര വിലയുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇതുപോലെ വന്നിരുന്ന ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. എനിക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്. എനിക്ക് അങ്ങോട്ടേക്ക് ഞാൻ അന്ന് ചേച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഇരുന്നെടുക്കണം ചേച്ചി നമ്മളൊന്ന് പറഞ്ഞു. അതിൽ ജിനു ഇടയ്ക്ക് കയറി വന്നതാണ് ശരിക്കും അല്ലേ, ഇരുന്നെടുക്കണം എന്നാ പറഞ്ഞു. അല്ല മമ്മിക്ക് ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇരുന്നാണേലും നിന്നാണേലും മമ്മിക്ക് ഇഷ്ടംപോലെ ഇന്റർവ്യൂ നടന്നിട്ടുണ്ട്. ഞാൻ ഇതിലൊന്നും പെടാത്ത, ഞാൻ മമ്മിയുടെ വീഡിയോയ്ക്കകത്ത് പോലും കഴിവതും തല കാണിക്കാതെ ജീവിക്കുന്ന ആളാ. അത് പറഞ്ഞപ്പോ ഓർത്തെ ജിനുവിന് ഇപ്പം എല്ലാം നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു. ജിനുവിന് കല്യാണം ഞങ്ങൾ കുടുംബക്കാർ ഞങ്ങൾ മുതിർന്നവരൊന്നും സംസാരിക്കല്ലേ, ഇപ്പൊ മുതിർന്നവർ സംസാരിക്കട്ടെ. കുട്ടിക്ക് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇടുന്നതുകൊണ്ട് പെണ്ണ് ചോദിക്കാറുണ്ട് ആളുകൾ. ഒരുപാട് കല്യാണാലോചന പ്രത്യേകിച്ച് മുടി വളർന്നു കഴിഞ്ഞപ്പോ തൊട്ടാണ്. നേരത്തെ ബോയ്ക്കട്ടായിരുന്നല്ലോ, ആ സമയത്ത് വലിയ കല്യാണാലോചനയൊന്നും വന്നിരുന്നില്ല. ഇപ്പൊ മുടിയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ തീരുമാനം അവൾക്ക് എന്ന് ജോലി കിട്ടുന്നു അതിന്റെ പിറ്റേ ദിവസം ഞാൻ കാര്യം പറയാം. ഇപ്പൊ ജോലി എന്ന് പറയുമ്പോൾ ചേച്ചി വിചാരിക്കും കൊച്ചിപ്പോ ജോലിയല്ലേ എടുക്കുന്നത്, അത് ഇവരുടെ കണക്ക് ജോലിയല്ല, അത് എന്റെ പഠനകാലമാണ്. ഞാൻ പുറത്തു പോയാലേ ജോലിയാവുള്ളൂ, അതുവരെ എനിക്ക് ജോലിയാകുന്നില്ല. അവള് സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ജോലി എന്ന് നേടുന്നു. അതിന്റെ പിറ്റേ ദിവസം അവൾ ആരെ വേണേലും കല്യാണം കഴിച്ചോട്ടെ. അപ്പം അതിനിടയ്ക്ക് എന്നോട് ഇടയ്ക്ക് അടിക്കുന്നത്, നിനക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ നിനക്ക് കെട്ടാനുള്ള പൈസ നീ ഉണ്ടാക്കണം, നിനക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് വേണം കെട്ടിക്കോ. ഇതാണ് കെട്ടിക്കോ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയി പോയി ആ സമയത്ത്. അല്ല അന്നേരം ഞാൻ അത് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. അന്ന് എനിക്ക് കൂട്ടിയാൽ കൂടുകയില്ലായിരുന്നു ഇതൊന്നും ആലോചിച്ച് സ്വപ്നം കാണാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് കെട്ടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കല്യാണം ഒന്നും ജീവിതത്തിന് അവസാന വാക്കല്ല. കൊച്ചു പറയുന്ന പോലെ കുറച്ചുകൂടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക, ലൈഫിൽ കുറച്ചുകൂടെ കഴിയട്ടെ. ഞാൻ എഴുതല്ല, പലരും ഇങ്ങനെ ചോദിക്കും വീട്ടിൽ പെണ്ണ് ഇത് എത്ര ആയില്ലേ, തന്നോളമായില്ലേ, മാത്രമല്ല ചേച്ചിയുടെ സാരി എടുത്ത് ഉടുത്ത് എപ്പോഴും ഫോട്ടോ എടുത്തു. ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ, മമ്മിയുടെ ഒരു പ്രായമായി കഴിഞ്ഞിട്ട് സാരി കൊടുക്കുന്നത് എന്നിൽ പുതുമയുണ്ടോ? ഞാനിപ്പോൾ എവിടെ ചെന്നാലും സാരി കൊടുക്കുകയുള്ളൂ. കാരണം എനിക്കതാ ഇഷ്ടം. എന്ന് വെച്ചാൽ അതിനകത്ത് എനിക്ക് എന്ന് വെച്ചാൽ ബാക്കി പെൺപിള്ളേർ നീ എങ്ങനെ ഈ സാരി കൊടുത്തോണ്ട് നടക്കണം. കഴിഞ്ഞ ദിവസം സാരി കൊടുത്തോണ്ട് പിള്ളേരോട് ഞാൻ ഓടി കളിച്ചു, സാറ്റ് കളിച്ചു എന്ന് വെച്ചാൽ അത് വേറൊരു ഇത് ചേച്ചി. കാരണം എൻ്റെ ഒരു പ്രായത്തിലുള്ള പെൺപിള്ളേർക്ക് അവർക്ക് സാരി എടുത്ത് കോൺഫിഡൻസോടെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് ശ്രമിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പം ഞാൻ മമ്മിയോട് പറയും, ഞാൻ മമ്മിയോട് പറയാം ഞാൻ ജീൻസ് ഷർട്ട് ഇപ്പൊ ഞാൻ സാരി അന്നത്തെ പ്രായത്തിൽ സാരിയൊക്കെ എടുക്കും. ഇപ്പൊ ഞാൻ സാരി കൊടുക്കും നല്ലതാണ്. അപ്പൊ ഞാൻ പറയാം ചേച്ചിയുടെ കൂടെ എപ്പോഴും കാണുന്നോണ്ട് പലരും ആലോചനയൊക്കെ ആയിട്ട് വരും. ചേച്ചിയോട് ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കും, അത് സ്വാഭാവികമാണ്. കാരണം പണിയെടുക്കുന്ന ഒരു പെങ്കൊച്ചാണ്, കുടുംബത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ട്. അപ്പൊ മമ്മി പറയും കൊച്ചിന് ജോലി ആയിട്ടില്ല, എനിക്ക് ജോലി വേണം ഇപ്പോഴത്തെ ഇനിയുള്ള മുമ്പോട്ടുള്ള കാലഘട്ടത്തില്. ഒറ്റയ്ക്ക് ഓടിയാ നടക്കത്തില്ല.
എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുടുംബനാഥം മാത്രം ഓടിയാലെന്നുള്ള പിന്നെ എനിക്ക് ഒത്തിരി ഇനിയുള്ള ആഗ്രഹങ്ങളുണ്ട്. കാലത്ത് ജിനുവിന് ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. 2 തായ്ലൻഡ് ട്രിപ്പ് ഒക്കെ ഉണ്ട്. ഉണ്ട്. അങ്ങനെ സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ട്. ഉണ്ടാവണം ചേച്ചി. നമ്മള് പണിയെടുപ്പിച്ച് നമ്മള് ഇവരുടെ കാശ് കൊണ്ട് കുറെ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി. ഈ അടുത്ത പാസ്പോർട്ട് എടുക്കാൻ പോകുന്നു. എടുപ്പിക്കണം. പറയാൻ മറന്നുപോയല്ലേ? നന്നായെന്ന്. പാസ്പോർട്ട് എടുപ്പിച്ച് കൊണ്ടുപോകും. അതൊക്കെ ഒരു ഞാനേ ഇപ്പോഴാണല്ലോ 10ാം ക്ലാസ്സിൽ എഴുതിയത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ എഴുതി ഇതുവരെ സാക്ഷരതാ മിഷനിൽ. അപ്പോൾ റിസൾട്ട് വന്നില്ല. അപ്പോൾ റിസൾട്ട് വരുന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് അത് ഫേസ്ബുക്കിൽ കാണിക്കുക, ഇതാ എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, എന്നെ കൊണ്ടുപോകേണ്ടവർക്ക് വിദേശത്ത് കൊണ്ടുപോകേണ്ടവർക്ക് കൊണ്ടുപോകാം ഗസ്റ്റ് ആയിട്ടൊക്കെ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നു. വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ എഴുതി. പാസ്പോർട്ടൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. റിസൾട്ട് വന്നില്ല. പേപ്പറുകളൊക്കെ മറ്റേ ആധാറൊക്കെ നമ്മളുടെ വീട് സംബന്ധമായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഞാൻ പറയാത്തൊരു കാര്യമാണ് പാസ്പോർട്ട് എടുക്കാൻ. പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതല്ല, എനിക്കൊരു വിദേശ ട്രിപ്പ് വന്നു. ഞാനേ അത് ചേച്ചി അത് പറഞ്ഞു നിർത്തിയിട്ട് വേണം. ചേച്ചിയുടെ തന്നെ വേണം എന്റെ പാസ്പോർട്ട്. പോയി വിദേശ ഒരു കൃഷിക്കൂട്ടമാണ് അവിടുത്തെ, ഒമാൻ കൃഷിക്കൂട്ടം. ഓക്കെ. അവരുടെ ഗസ്റ്റ് ആയിട്ട് തന്നെ ഒമാനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സൂപ്പർ ചേച്ചി, സൂപ്പർ. പോകുന്നേ കൂടെ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. മകളായിട്ട് ഞാൻ പോയി. ഇച്ചിരി ഷേപ്പൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി മുടി ചുരുണ്ടിച്ചാലൊക്കെ പോരെ. അതൊക്കെ മതിയാവും. നമുക്ക് ഷേപ്പ് ഉണ്ട്. ഞങ്ങളെ കവളൊക്കെ നോക്കി ഒരച്ചി വാർത്തോലില്ലേ. അതെ അതെ ഉണ്ട് ചേച്ചി. അത് അങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണോ? ഇന്റർനാഷണൽ ട്രിപ്പ്. ഇന്റർനാഷണൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മള് മനസ്സിൽ കണ്ടപ്പോഴത്തേക്ക് നമ്മള് വൺസ് നമ്മളിത് നിരൂപിച്ച ഇത് ഹാപ്പൻ ആവും. അത് നിരൂപിക്കുന്നതിന്റെ ആവറേജ് പോലെ, ആഴം പോലെ ഇരിക്കും. ആവറേജ് ആ ഒരു ഡെപ്ത്, അത് ആ ഡെപ്തിനനുസരിച്ച് നടക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്റെ ചാനൽ അടുത്ത മാസമാകുമ്പോൾ 1 വർഷമാവും. 1 വർഷം ഞാൻ വിചാരിച്ചല്ലേ എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചിന്തിച്ചിരുന്നു എനിക്ക് തുടങ്ങണം എന്നുണ്ടായിരുന്നു. വൺസ് നമ്മളത് പറ്റി. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടപ്പോ തുടങ്ങിയിട്ടില്ല ഒന്നും. അന്ന് ഇറക്കി വിടുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ആൾക്കാർ ഒരു പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് ആഗ്രഹിക്കാൻ പേടിയാ, നടന്നില്ലെങ്കിലും ഒന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ആഗ്രഹിച്ചാലേ നമുക്ക് ഓടാൻ ഒരു വഴി കിട്ടുമ്പോൾ കയറി ഓടാൻ പറ്റുള്ളൂ. സത്യമായിട്ടും കൊച്ചേ, ഇല്ലെങ്കിൽ കാര്യമില്ല. ഇപ്പൊ നമുക്ക് 100 കണക്കിന് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതില് എനിക്ക് തോന്നുന്നു 50 എണ്ണം നടക്കുന്നു. ആ ഒരു സെറ്റപ്പിലാണ് നമുക്ക് എല്ലാ റോക്കറ്റൊന്നും ഓർത്ത് നോക്കിയാൽ എന്നെ പോലെ ഒരാൾക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നത്. ചേച്ചി അത് ഇനി ഞാൻ ചേച്ചിയോട് ആദ്യമേ ഒരു കാര്യം പറഞ്ഞു തന്നെ, നമ്മൾ ഇനി 1000 വാക്ക് 500 ആക്കുന്നത്. ചേച്ചി ഇനി ചേച്ചിയെ പോലെ ഒരാൾ ഇനി പറയരുത്. കാരണം ആ സ്റ്റേജ് കഴിഞ്ഞു ചേച്ചി. എനിക്കത് പറഞ്ഞില്ലേ, ഒരു സമാധാനം. അതെന്നാന്നറിയോ, ആ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പൊ ചേച്ചി, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു ചേച്ചിയുടെ വീഡിയോ കാണുന്ന ഒരു സാധാരണക്കാരുണ്ട്, അവർക്കത് പറയാൻ പറ്റും. അവർ നമ്മളെ കണ്ടിട്ടാണ് പുറകെ വരുന്നത് ചേച്ചി. അപ്പൊ നമ്മൾ ആ വഴി വന്നു, നമ്മൾ അത് മറക്കരുത്. പക്ഷെ ചേച്ചി ശരിയാണ് ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ചതല്ല ഇത്, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ പോലെ ഒരാൾക്ക് യോഗ്യത ഉണ്ടോന്നല്ല, നമുക്ക് യോഗ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. യോഗ്യത ഉള്ളതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. ആ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ. ആ യോഗ്യതയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറെ ഫീൽ ഇല്ലെന്ന്. ഇത് പണ്ടേ ഇത് പറയുന്നത് എനിക്കൊരു ഐഫോൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. 2 ആഴ്ച കഴിഞ്ഞ് എനിക്ക് ഐഫോൺ ഗിഫ്റ്റാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാനും അതെടുത്ത് കൈപ്പിടിക്കും. സത്യം. അതായത് നമുക്കത് പറ്റണില്ല. നമുക്കാണ് ഇത്, നമ്മൾ ഐഫോൺ പിടിക്കാൻ മാത്രം ആയോ, അല്ലെങ്കിൽ നമുക്ക് ഐഫോൺ കിട്ടിയിട്ട് എന്താണ് അതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഉൾക്കൊള്ളുവാണ് ഇതിന്. കഴിഞ്ഞ ദിവസം കൂടെ ജിനു എന്നോട് നീയല്ലേ എന്നോട് ചോദിച്ചത്, അമ്മയെ തന്നെ അമ്മയ്ക്ക് ഞാൻ ഇന്നതാണ് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് എനിക്കിപ്പോഴും. അത് ചേച്ചി അതുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മളെ നോക്കി വളരുന്ന കുറെ മനുഷ്യന്മാരാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആവണം. അതായത് നമുക്കതിൽ പോകാൻ പറ്റിയെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആകാൻ പറ്റുമെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ്. ഞാൻ വലിയ ഇതായിട്ട് പറയുന്നതല്ല, പ്രൂവ്ഡ് ആണ് നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ജാടയെന്നല്ല അതിന്, അത് നമുക്ക് യോഗ്യതയുണ്ട്. ആ യോഗ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ അളവിന്റെ അനുസരിച്ചിട്ടാണ് ആ യോഗ്യത നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അത് എത്തിച്ചേരും. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ശരണ്യെ, ഞാൻ എപ്പോഴും ഇപ്പൊ ഇവിടെ വന്ന് ഇത്ര ഗ്രാൻഡായിട്ടൊക്കെ ഇവിടെ ഇരുന്നിട്ട് തിരിച്ച് ഞാൻ കൃഷി സ്ഥലത്തോട്ട് തന്നെയല്ലേ പോകുന്നത്. അവിടെ ചെന്ന് എൻ്റെ നൈറ്റിയും തോർത്തും ഷർട്ടും ഒക്കെ എടുത്തിട്ട് കഴിയുമ്പോഴത്തേനും
ഞാൻ പിന്നെ അവിടുത്തെ പണിക്കാരിയായില്ലേ. അത് ചേച്ചി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ പണിക്കാരെ വെക്കാണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാട്ടത്തിന് എടുത്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം മേടിച്ചിട്ട് പണിക്കാളെ നിർത്താൽ എന്താ നിങ്ങൾ പണിക്കാളെ നിർത്താത്ത കൊടുക്കാൻ ഇപ്പോഴാണ് കാശുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അല്ല നമ്മൾ ചെയ്താലേ നമ്മൾ ശരിയാവുള്ളൂ. അതാണ് മൈൻഡ്. വേറെ ആര് ചെയ്താലും നമുക്ക് പറ്റത്തില്ല. നമുക്ക് അറിയത്തുള്ളൂ ഇത് ഇന്ന വഴിക്ക് ചെയ്താൽ ഇന്ന പോലെ ആവുള്ളൂ. അല്ലെങ്കിൽ വേറെ ആര് ചെയ്താലും അത് ഞാൻ പറഞ്ഞു ചേച്ചി വീഡിയോ എടുത്താൽ ചേച്ചിയുടെ വീഡിയോ റെഡി ആവത്തുള്ളൂ. അതിപ്പോ ആര് ചെയ്താലും ശരിയാകത്തില്ല. എന്തിന് ഞാൻ വീഡിയോ എടുത്താൽ ഞാൻ മമ്മിയോട് പറയും മമ്മി അല്ല ഞാൻ. മമ്മി പറയും നിനക്ക് വീഡിയോ എടുത്തിട്ടൂടെ അങ്ങനെ പറയും. പക്ഷെ മമ്മി അല്ല ഞാൻ. എനിക്കൊരു വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റത്തില്ല. എനിക്ക് എൻ്റെ വോയിസിനോട് ഭയങ്കര അപകർഷത. അതൊക്കെ അവളിപ്പോ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നോട് വോയിസ് ഓവർ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ മമ്മിയുടെ ഒച്ച ഇതിലേക്ക് ഒരുപോലെ. പക്ഷെ എനിക്ക് എൻ്റെ ഒച്ച കേൾക്കുന്ന ഇഷ്ടമല്ലോണ്ട് മമ്മി ഒന്ന് വോയിസ് ഓവർ ചെയ്ത് തരുമോ. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ എടുത്ത ഇന്റർവ്യൂ പിന്നെ കാണത്തില്ല. എനിക്ക് പക്ഷേ ഞാൻ നേരത്തെ അങ്ങനെ ആയിരുന്നേ. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ പല വീഡിയോകളും ഞാൻ തന്നെ ഇരുന്ന് 2-3 പ്രാവശ്യം കാണും. ഭയങ്കര മോട്ടിവേഷൻ. എൻ്റെ ഈ വീഡിയോ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് വീഡിയോ എടുത്തു. അല്ല ഏത് വീഡിയോ? ഇത് മമ്മി എടുത്ത വീഡിയോ അല്ല. ജെഫിന് വീഡിയോ അയച്ചാണ്. പശുകുഞ്ഞ് പുൽത്തൊഴുത്തിനകത്ത് പുല്ല് നടക്കി കിടക്കുക. 10 വട്ടം അല്ല കണ്ടേക്കുന്നത്. ഞാൻ തള്ളുന്നതല്ല. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആരെ വേണ്ടി ഞാൻ കാണിച്ചത് ഒരു 30 വട്ടം എങ്കിലും കുറഞ്ഞത് കണ്ടിന്യൂസ് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ക്ടാവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നിട്ട് മുഖത്തൊക്കെ വരുന്ന എക്സ്പ്രഷൻ ഇതെന്നെ പല സമയത്തും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അല്ല ഞാൻ പലപ്പോഴും കാണും. എൻ്റെ തന്നെ സംസാരമൊക്കെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടേ ഞാൻ പിന്നീട് ഓർത്തിട്ടുണ്ട്. അത് തന്നെ കണ്ടിട്ട് എനിക്ക് കുഞ്ഞമ്മണിനെ കുറിച്ച് ഇന്ന് പറയുന്ന ഒരു വീഡിയോ ചേച്ചി കണ്ടോ എനിക്കറിയത്തില്ല. എനിക്കറിയാം ഞാൻ കണ്ടത്. അത് എന്നിട്ട് അത് റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മമ്മി എന്നെ കേട്ടോ ഞാൻ എൻ്റെ വാക്കുകളെ കിട്ടി ഞാൻ ഇൻസ്പയർഡ് ആവുമോ. എഴുത്തെന്ന് പറയുന്നതേ നമ്മൾ ഇങ്ങനെ തലയിൽ നിന്ന് വരുന്നതല്ല. ആണോ എനിക്കറിയത്തില്ല. വിരൽത്തുമ്പിൽ വരുന്നതാ. എനിക്കങ്ങനെ തലേനെ ഒരു സാധനവും കാണത്തില്ല. പക്ഷെ എഴുതി തുടങ്ങിയപ്പോ വിരൽത്തുമ്പിലൂടെ ഇതിങ്ങനെ ഒഴുകിപ്പോയി. ഇത് ചിന്തിച്ചെഴുത്തല്ല. മമ്മിയുടെ മമ്മിക്ക് ചിലപ്പം മമ്മി കണ്ടന്റ് ഉദ്ദേശിക്കുന്ന എന്ന് വെച്ചാൽ ഒരു സാധനം കണ്ടു മനസ്സിൽ എന്നെ എഴുതേണ്ടതെന്ന് കണ്ടു അതല്ല. അല്ലാതെ മമ്മിക്ക് ചിലപ്പോൾ ദാരിദ്ര്യമൊക്കെ വരുന്ന സമയത്ത് പാവം എന്നേലും ഗാലറി കയറി നോക്കും. ചിലപ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇത് ഇന്നത് എഴുതാമെന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. പ്രത്യേകിച്ച് ഒരു മോഹരോ കാര്യങ്ങളൊന്നുമില്ല. അന്നേരം എഴുതുക. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചേച്ചിയോട് ഇങ്ങനെ ഒരു ഇരുത്തി സംസാരിക്കണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സ്റ്റുഡിയോയിലേക്ക് വാ ചേച്ചി. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ആ കല്യാണ വീട്ടിൽ പലയിടത്തും പല രീതിയിലൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഇത്രത്തോളം മനോഹരമാകത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ഒരു സ്ഥലത്ത്. എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളന്ന് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ കാര്യം. അപ്പം ഞാൻ അന്ന് ശരണ്യയോട് പറഞ്ഞില്ലേ ഉറപ്പായിട്ടും. കാരണം ശരണ്യയാണ് കാണുന്നത്. ശരണ്യയുടെ ഏത് ചാനലിലാണ് ശരണ്യ ഏത് ചാനലിലിരുന്ന് സംസാരിക്കുന്നതെന്നുള്ളതല്ല, ശരണ്യയാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശരണ്യയുടെ മുഖം കാണുമ്പോൾ അത് അല്ലേ അത് കാണുന്നവരിങ്ങനെ കണ്ടോ. എനിക്ക് പുതുതായിട്ട് കണ്ടതായിട്ടൊന്നും എനിക്ക് ചേച്ചിയെ ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നില്ല. അതെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ എന്നുവെച്ചാൽ ചേച്ചിനെ കണ്ടപ്പോഴാണ് സംസാരിച്ചപ്പോഴാണ് നമ്മൾ ഏതാണ്ട് വർഷങ്ങളായിട്ട് ഇങ്ങനാണെന്നുള്ളത്. അത് വൈബ് എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് വൈബ് എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ചേച്ചീനെ ഇന്ന പോലെ ഒരു സ്ഥലത്ത്. ഞാൻ നിന്ന ചാനലും ചേച്ചിനെ വിളിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഇങ്ങനെ ഇരുത്തി ചെയ്യണം. ചില ആളുകൾ നമുക്ക് അങ്ങനെയും ചെയ്യിക്കണം. ചേച്ചി വരുന്ന വഴിക്ക് എത്ര വട്ടം എനിക്ക് ഒരു 10 വട്ടം പറഞ്ഞാണ് അയ്യോ ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇതന്നെ ഇടക്കിടക്കിടയ്ക്ക് പറയുന്നത്. അതേ പറഞ്ഞത് നമ്മള് ചേച്ചി കുറച്ചും പോലെ പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോകണം എന്ന് പറയുന്ന ചേച്ചിക്ക് വിദേശത്ത് വന്നതുപോലെ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ അളവാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എനിക്കറിയാം ഇനി ചെന്നിട്ട് ഒരുപാട് പണിയുണ്ടെന്ന് എനിക്കറിയാം. സന്ധ്യക്ക് മുന്നേ വീട് പിടിക്കണം എന്നുള്ളത് കൊണ്ടും ചേട്ടായി അവിടെ നിങ്ങളെ കാത്ത് കാപ്പിയും ഇട്ട് എന്റെ പ്രിയതമയെ കണ്ടില്ല കാപ്പി വിട്ടിരിക്കുന്ന ചേട്ടായിയോട് എനിക്കും കൂടെ ഒരു കാപ്പി ഇടാൻ പറയാം. എന്റെ കാപ്പിപ്പൊടി മിസ്സായതിൽ എനിക്ക് പരാതിയുണ്ട്. ചേട്ടായി എങ്ങനെയാണെന്നറിയോ? ചേട്ടായി 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ 9ാം ക്ലാസ് വരെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിത്തത്തിൽ ഇച്ചിരി മുകളിലോട്ടാണല്ലോ. അന്നല്ല അതെ മൂക്കിലെ രാജ്യത്തെ മുറിമുക്കൻ രാജാവാണല്ലോ ഞാൻ. അപ്പൊ എനിക്ക് എഴുത്തും വായനയൊക്കെ അറിയാം. ചേട്ടായിക്ക് ഇത് അത്ര ഇതല്ല. അപ്പൊ ചേട്ടായിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ലാത്തതോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചേട്ടായി ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പഠിക്കുന്ന കാര്യത്തിൽ എന്ത് പഠിക്കുന്ന കാര്യത്തിലായാലും. ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ തേനീച്ച വളർത്തലിൽ ഞാൻ ഡിപ്ലോമ ചെയ്തതാണ്. ഇപ്പോഴല്ല 3-4 വർഷം മുമ്പ് ചെയ്തതാണ്. അത് ചേട്ടായി എന്നെയാണ് വിടുന്നത്. ചേട്ടായിക്ക് വേണമെങ്കിൽ പോയി പഠിക്കാം. പക്ഷേ ഇതിനെല്ലാം എന്നെയാണ് ചേട്ടായി വിട്ടിട്ട് ചേട്ടായി എന്നെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെ ചെയ്യണോ അതിൽ ചേട്ടായിയുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്കത് നേടാൻ പറ്റും എന്നുള്ളത് കൊണ്ട് എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ചേട്ടായി ഇതെല്ലാം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഒരു വലിയ സപ്പോർട്ടാണ്
ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ പ്രത്യേക മനുഷ്യൻ എന്നിട്ടുണ്ടല്ലോ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീ ഇവരെ പെണ്ണ് കാണാൻ ചെന്നപ്പോ ചെറുക്കന് കറുത്ത ഇഷ്ടം. ഞങ്ങളെപ്പോഴും പറയും ചേച്ചിയുടെ വെച്ച് പറഞ്ഞല്ലേ ശരണ്യ. ആളുകളെല്ലാം കൂടി ഇന്ന് തന്നെ പൊങ്കാല. സത്യം. എന്നിട്ട് കുഞ്ഞോളമ്മ ചോദിച്ചു, നീ പിന്നെ സാഹിബിന്റെ മോളാണല്ലോ? ഇങ്ങനെ ഞാൻ കേൾക്കുന്നത് അന്ന് വന്നപ്പോ ഇങ്ങനെ ചേട്ടായി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ പറയാം, എടി കൊച്ചെ താഴേന്ന് നടന്നു വരിക, അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു കറുത്ത കാല്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് കറുത്ത കാലുള്ളതിനെ ഞാൻ കെട്ടത്തില്ലെന്ന് ചേട്ടായിയെ കുറിച്ച് പറയുന്നത്. അയ്യോ, ഒരു കണക്കിന് നോക്കിയാൽ ചേട്ടായി അല്ലാതെ വേറൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവിതം വേറൊരു വഴിക്ക് പോയനായിരിക്കും അല്ലേ? തീർച്ചയായും ഇത് അങ്ങനെയൊക്കെ തന്നെ. കാരണം ഞാൻ നിസ്സാരം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം നല്ല പോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരുന്നത്, അല്ലെങ്കിൽ ഓർഡർ പോട്ടെ, ഒരു പോസ്റ്റ് ഇട്ട് കയറി പോകുന്നുണ്ട്, നമുക്കിപ്പം മോണിറ്റൈസേഷൻ വരുന്നത് നമുക്ക് അതിൻ്റെ പുറകെ നിൽക്കണമെങ്കിൽ കുറച്ച് പൈസ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറകെ നിന്നിട്ട് നമുക്ക് വേറെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ ആ ഫോൺ കൊണ്ട് ഇരുന്നാലേ നടക്കുള്ളൂ കാര്യം. അതേസമയം നിനക്ക് കഞ്ഞി വെക്കാനില്ലേ, ചെയ്യാത്ത നിനക്കിത് ചെയ്തിട്ടിരുന്നൂടെ, എന്തെങ്കിലും ഒരു വാക്ക് വന്ന് അവിടെ തീരാവുന്ന എന്ന് വെച്ചാൽ അതോടെ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം അത് പോകും. അന്നത്തെ ദിവസം പിന്നെ നമ്മൾ ആ ഒരു അതും നടന്നില്ല ഇതും നടന്നില്ല ഒരു സെറ്റപ്പിലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഒന്നും പറയത്തില്ല, ഒന്നും കഞ്ഞി വെച്ചില്ലേ, വെള്ളം വെച്ചില്ലേ, ഞാൻ ഇവിടെ ഫോൺ നോക്കിയിരിക്കുകയാണോ, ഇന്ന് വരെ എന്നോട് നീ എന്നെ കഞ്ഞി വെക്കാത്തെ, അല്ല ഇത് വെക്കുന്നില്ലേ, അത് ചെയ്യുന്നില്ലേ, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എന്നോട് ചോദിക്കത്തില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലതാണ്. കാരണം അപ്പൻ അടുക്കള കയറിയാൽ മമ്മി മുളക് പൊടി ഇട്ട് വെക്കുന്ന മീൻ വറുത്തത്, അപ്പനുള്ളി മുളക് സാധനം എല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ട് സ്പെഷ്യൽ ഡിഷൊക്കെ ഞങ്ങൾക്ക് ലാഭമാണ്. ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ബഹുമാനിക്കാൻ പഠിക്കുക. മുറ്റത്തെ മുല്ലയ്ക്ക് എന്തായാലും മണം കിട്ടത്തില്ല. നമ്മളെന്നാ വലിയ ആളായെന്ന് പറഞ്ഞാലും മക്കളുടെ അടുത്ത് അമ്മമാർ പേരില്ല. ഇനിയിപ്പം അൽ റാഷിദ് അതിപ്പോ ഞങ്ങൾ വലുതായാലും മമ്മിക്ക് വില കാണത്തില്ല, അത് വേറെ സത്യാവസ്ഥ. അതില്ല, വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. ജിനു നേഴ്സാണ്. നാളെ ഒരിക്കൽ ഞാൻ എന്തെങ്കിലും ആശുപത്രി എന്തെങ്കിലും ഹോസ്പിറ്റലിന് പോയാൽ ഇവളാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നെങ്കിൽ ഞാൻ അതേ സാധനമേ ഇപ്പൊ ഇവിടെ ഇവിടെ ക്യാമറമാൻ ഞങ്ങളൊരു ട്രിപ്പ്, ഞങ്ങൾ മുന്നേ നിന്ന ചാനലിൽ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ട്രിപ്പ് പോയപ്പോൾ അവിടെ വെച്ചിട്ട് വീണിട്ട് ഈ വിരലിന്റെ കുഴ തെറ്റി. അപ്പം വാഗമണ്ണിലാണ്, അവിടെയൊക്കെ ആശുപത്രി ഇല്ലല്ലോ. എന്നിട്ട് ഒരാശുപത്രി ചെന്ന് ഡോക്ടർ പറഞ്ഞു കുഴ തെറ്റിയതാ, പിടിച്ചിട്ടാ പറയുന്നത്. അപ്പൊ ക്ലിനിക്കാണ് അവിടെ, വാഗമണ്ണിലെ ക്ലിനിക്കാണല്ലോ. വളരെ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഡോക്ടറാണോ, സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്? ആണോ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ അറിയാവുന്ന ജെഫിൻ നല്ല ഡ്രൈവറാ. അവിടെ വിട്ടില്ല, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ പേട്ടെ പോയി കൊണ്ടുവന്നിടിച്ച്. അല്ല, ജെഫിൻ നല്ല ഡ്രൈവറാ. പക്ഷെ എനിക്ക് അവന്റെ കൂടെ ഇരുന്ന് വണ്ടിയെ പോകാൻ പേടിയാ, മുട്ടിന് വേദനയാണ്. ഫ്രണ്ടിലിരുന്നാൽ എനിക്ക് മുട്ടിന് വേദന. നമ്മുടെ കാലിടിച്ചായിരുന്നു, മുറിഞ്ഞായിരുന്നു. ഇനി അത് മനസ്സിൽ കിടക്കുന്നതല്ല, എനിക്കറിയില്ല. ജെഫിൻ എന്നോട് ചേച്ചി മമ്മീനെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാ, മുട്ടിന് വേദനയാന്നൊക്കെ പറയുന്നത്. മക്കളായതിന്റെ ഒരു ഇത് അതുകൊണ്ടുണ്ട് എനിക്കൊരു യാതൊരു വിലയില്ല. അവൻ എന്നാ നല്ല ഡ്രൈവറാണല്ലോ, ഇവളെന്നാ നല്ല നേഴ്സാണേലും എന്നെ കുത്തിവെക്കണ്ട. എന്റെയൊക്കെ പേഷ്യൻസ് അവിടെ എന്നെ പൊന്നുപോലെ കൊണ്ടു, ആരോട് പറയല്ല. എന്നാലും ശരി, നമ്മൾ കുറച്ച് സമയം ഇരുന്നുള്ളൂ. നിങ്ങൾക്ക് ടൈം പോവാൻ ഞാൻ കുറെ നേരമായിട്ട് അത് ടൈമിലായിട്ടാണ് നോക്കുന്നത്. ജിനുമോളെ വളരെ നന്ദി. അന്ന് ഞാൻ മറ്റു രണ്ടുപേരെയും കണ്ടായിരുന്നു, ഇളയവൻ നിന്നായിരുന്നു. വളരെ കഷ്ടപ്പെട്ടൊക്കെ ഞാൻ നിർത്തിയായിരുന്നു, പിടിച്ചൊക്കെ എടുത്ത് ഞാൻ നിന്നായിരുന്നു. അപ്പൊ ചേട്ടായോടും ചോദിച്ചെന്ന് പറയുക, വീട്ടിലുണ്ടായ കുഞ്ഞു ഡാവിനോടും പറയുക, എന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി എനിക്കൂടെ ഇടുക. താങ്ക് യു. എനിക്കും ഇങ്ങനൊരു അവസരം തന്നില്ല. കാരണം ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ. ശരിക്കും സ്വപ്നം കാണുന്നതായിരിക്കും പലരും, ഞാനടക്കം പലരും. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ്. ശരണ്യാണ്. ഞാൻ എൻ്റെ അടുത്ത കൂട്ടുകാരോടെ ഞാൻ അവിടെ ചേർന്ന് എനിക്ക് ചെറിയൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ജിനുവിന് പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ആയിപ്പോയി. അവരെന്നോട് അപ്പൊ നീ അധികം കാര്യം ഇവിടെ കാണുകയല്ലേ, ഇന്റർവ്യൂ കിട്ടിയാൽ ആ ഇന്റർവ്യൂ അല്ല, ഒരിക്കലും എന്നുവെച്ചാൽ ഇതാണല്ലോ സെലിബ്രിറ്റി, ഞാൻ അതിന്റെ ഓരത്തിരിക്കുന്ന ഒരാള്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ചിലത് ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്, വേറെയും കുറെ കാര്യങ്ങളാവും. പക്ഷെ ഇതിപ്പോ ഒരു കുറച്ചുകൂടെ ഒരു സിങ്ക് ആയില്ലേ. അപ്പൊ എന്താണെങ്കിലും താങ്ക് യു, താങ്ക് യു. ഞങ്ങൾ അങ്ങോട്ട് പറയണ്ടല്ലോ. ശരി, എന്താ
ഉം.